ശൈത്യ, കുത്തിത്തിരിപ്പിന്റെ റാണി ബിന്നി. വൈൽഡ് കാർഡുകൾ 5 പേര് വന്നെങ്കിലും അതിൽ ഏറ്റവും മികച്ചത് ആരെ എന്ന് പറയിപ്പിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്ന മത്സരാർത്ഥികൾ. അതിൽ 5 പേരെയും ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കിയ അനീഷ്. അതിൽ ജിഷിന്റെ വായിലെ നാക്ക് നല്ലതല്ലെന്നുണ്ടെങ്കിൽ ജിഷിനെ ഉടൻ തന്നെ പുറത്തു പോവാ എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ ലക്ഷ്മി വലിയ കുഴപ്പമില്ലാതെ മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. മസ്താനി വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന വഴിക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എവിടെയൊക്കെയോ പിഴച്ചുപോയി മസ്താനിക്ക്. വലിയൊരു കാര്യത്തിൽ ഗെയിം കളിക്കണം എന്നുള്ള ആ ഒരു ലെവലില് അങ്ങ് മേഞ്ഞു. പക്ഷേ എവിടേക്കോ പാളിപ്പോയി എന്ന് മസ്താനി തിരിച്ചറിഞ്ഞപ്പോൾ വൈകിപ്പോയിരിക്കുന്നു മസ്താനിയുടെ കരച്ചിൽ. അനുമോൾ ഇവിടെ കരച്ചിൽ നാടകം ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് എന്നാണ് അനു തന്നെ പറയുന്നത്. നാടകം എന്നാണല്ലോ എല്ലാവരും പറയുന്നത്, ഡ്രാമയാണെന്ന്. അതെന്തായാലും ഞാൻ ഇനി ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ പ്രവീൺ വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം കണ്ടന്റും എന്നാൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന മത്സരാർത്ഥിയാണ് പ്രവീൺ. പിന്നെ എന്തിനോ വേണ്ടി ബിഗ് ബോസിലേക്ക് കയറി വന്ന ആളായിട്ടാണ് എനിക്ക് സാബുമേനെ തോന്നിയത്. എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി അവരെന്നെ കടത്തിവിട്ടു, എനിക്കിവിടെ ഇങ്ങനെ വന്നിട്ട് ഇരിക്കാം എന്നുള്ള ലെവലിലിരിക്കുന്ന സാബുമേൻ. അത് അക്ബറും ഷാനവാസും വലിയൊരു അടി നടന്നു. ആന പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയില്ലേ, അങ്ങനെ എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത്. അക്ബറും ഷാനവാസും കൂട്ടായിരിക്കുന്നു കെട്ടിപ്പിടിച്ച് കരയുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഗെയിം വെച്ച് നോക്കുന്ന സമയത്ത് ഇനി അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഗെയിം കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഒറ്റ വാചകത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾക്കറിയാം 5 വൈൽഡ് കാർഡുകൾ വന്നവരിലെ ഏറ്റവും ബെസ്റ്റ് ആര് എന്നുള്ളൊരു മത്സരമാണ് അവർക്കിടയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തന്നെ അവിടെ ഒരു സ്ഥാനം പിടിച്ചാൽ മാത്രമേ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. ഒന്ന് അവർക്ക് പുറമേക്ക് എന്തെങ്കിലും ഒക്കെ ഒരു കണ്ടന്റ് കൊടുത്താൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി കഷ്ടപ്പെടാണ് ജിഷിനും മസ്താനിയും ലക്ഷ്മിയും അവിടെ പ്രവീണും. പക്ഷെ അവിടെ ഒരാൾ വന്നിട്ടുള്ളത് എന്തിനോ വേണ്ടി വന്നു ഞാൻ എന്നുള്ള മട്ടിലാണ് അവിടെ നമ്മുടെ സാബുമൻ ഇരിക്കുന്നത്. അങ്ങേര് എന്തിനാണ് വന്നതെന്ന് അങ്ങേർക്ക് പോലും അറിയാത്ത ഒരവസ്ഥയാണ് അവിടെയുള്ളത്. അവിടെ മസ്താനിയാണെന്നുണ്ടെങ്കിൽ ഗെയിം കളിച്ച് ഇപ്പോൾ കരച്ചിലിന്റെ വക്കത്തെത്തിയിട്ടുണ്ട്. അനുമോളുടെ അടുത്തിരുന്ന് കരയുന്നുണ്ട്. ബിഗ് ബോസ് വീട് ഇപ്പോൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. കരയണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ മസ്താനി എനിക്ക് തോന്നുന്നു പുറത്ത് ഇങ്ങനെയുള്ള ഒരു വ്യക്തി ആവില്ല. ഇവിടെ വന്നപ്പോൾ ഗെയിമിന് വേണ്ടിയിട്ട് കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ ഗെയിം കളിച്ച് മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമമാണ് മസ്താനി അവിടെ നടത്തിയത്. പക്ഷേ ഗെയിമിൽ എന്തൊക്കെയോ പാകപ്പിഴകൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ സ്വയം കൺട്രോൾ കിട്ടുന്നില്ല എന്നൊരു തോന്നല് മസ്താനിക്ക് വന്നിട്ടുണ്ട്. മസ്താനി അവിടെ കാണിച്ച ആക്ഷൻസ് ഒന്നും ഒട്ടും ശരിയായ നടപടിയല്ല. ബിഗ് ബോസ് തന്നെ വാണിംഗ് കൊടുത്തു, ഇനി മോശം വാക്കുകൾ, മോശം ജസ്റ്റേഴ്സ് ഒന്നും തന്നെ ബിഗ് ബോസ് വീട്ടിൽ കാണിക്കരുത്. അങ്ങനെ കാണിച്ചാൽ ഇനി ഒരു അറിയിപ്പുമില്ലാതെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അവരെ പുറത്താക്കും എന്നൊരു വാണിംഗ് ബിഗ് ബോസ് ഇപ്പം കർശനമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവർ വാക്കുകളെല്ലാം സൂക്ഷിച്ച് ഉപയോഗിക്കും എന്ന് നമുക്ക് കരുതാം. കാരണം അവരുടെ ഫാമിലിയെ പറയുന്നതിന് ഒരു ഇതുമില്ലാതെ ഫാമിലിയെയും അച്ഛനെയും അമ്മയെയും ഒക്കെ അവിടെ കിടന്ന് അതുപോലെ പച്ചയ്ക്കാണ് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സഹി കെട്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് പറഞ്ഞത്. സാധാരണ ലൈവിൽ മ്യൂട്ട് ചെയ്യാതെ നമുക്ക് പലതും കാണിക്കാറുണ്ട്. ഇപ്പൊ ലൈവില് പോലും മ്യൂട്ട് ഇതാണ് ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറയുന്നത്. എപ്പിസോഡിലൊക്കെ ലൈവിലും മ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നല്ല, അത്ര അധികം മ്യൂട്ടുകളാണ് ലൈവിൽ പോലും വരുന്നത്. ബിഗ് ബോസിന് തന്നെ മടുത്തും തോന്നുന്നു. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മ്യൂട്ടാണല്ലോ മൊത്തം. അതുകൊണ്ട് ബിഗ് ബോസിന് തന്നെ മടുത്തും തോന്നുന്നു. അക്ബറും നമ്മുടെ ഷാനവാസും അതുപോലെ കട്ടയ്ക്ക് നിന്ന് മത്സരിക്കുന്ന മത്സരാർത്ഥികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലും വിട്ടുകൊടുക്കാതെ അത്രയും ഇതിൽ ഗെയിം കളിച്ചിരുന്ന 2 പേരാണ്. അവർ 2 പേരും ഇപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സീനാണ്. നമുക്കത് കാണുന്ന സമയത്ത് സന്തോഷമാണ് വരുന്നതെങ്കിൽ പോലും അവർക്ക് അവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് അത്രയും സ്നേഹത്തോടുകൂടി പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇനി മുഖത്ത് നോക്കി സംസാരിച്ച് ഗെയിം കളിക്കാനായിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി അവർ 2 പേരുടെ ഗെയിം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം സ്ട്രോങ് ആയിട്ടുള്ള 2 മത്സരാർത്ഥികളാണ് അക്ബറും ഷാനവാസും. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ 2 പേരാണ്. അവർ 2 പേരും അവിടെ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം എന്ന് പറഞ്ഞിട്ട് എടുത്തു കളയേണ്ട അവസ്ഥയായി പോകും. ഇപ്പൊ ഇവർ 2 പേരും ഇവിടെ ഒരു ഗ്രൂപ്പ് അവിടെ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ ഇവർ നയിച്ചുകൊണ്ട് അവിടെ അങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ട് അവിടെ ഒരു ഗെയിമിന് ഒരു ത്രില്ലുണ്ട്. ഇവർ 2 പേരും ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗ്രൂപ്പിനും പ്രാധാന്യമില്ല, മറ്റുള്ളവർക്ക് പ്രാധാന്യമില്ല, അതായി പോകും. പിന്നെ അവരെല്ലാം അങ്ങ് അടിച്ച് പുറത്താക്കിയിട്ട് ഇവർ 2 പേരും അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നതാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ
അങ്ങനെ പറഞ്ഞത്, അല്ലാതെ അവർ ഒന്നിക്കരുത് എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അവിടെ ഷാനവാസും അക്ബറും ഒന്നിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും അവിടെ ഒരു റോളില്ലാണ്ടായി പോവും. പിന്നെ ഓൾറെഡി ഷാനവാസും അനീഷും അവിടെ നല്ലൊരു കോംബോ ആണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ അനീഷ്, ഷാനവാസ്, അക്ബർ ഇവരൊക്കെ ഒന്നിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും അവിടെ പിന്നെ ഒരു റോളില്ല. പിന്നെ ഒരു റോൾ അവിടെ ഇല്ല ബാക്കിയുള്ളവർക്ക്. പിന്നെ എന്തിനു വേണ്ടി അവരൊക്കെ അവിടെ നിൽക്കുന്നു എന്നൊരു ഇത് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ വൈൽഡ് കാർഡുകൾ വന്നു കഴിഞ്ഞാൽ അനുവിന്റെ റോള് കുറയും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അനുമോളെ സംബന്ധിച്ചിടത്തോളം തന്റെ കണ്ടന്റ് നിലനിർത്താനായിട്ട് അനുവിന് നിലവിൽ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. കാരണം ഈ ശൈത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വന്നതുകൊണ്ട് ശൈത്യ പുറകിൽ നിന്ന് കുത്തുന്ന കാര്യങ്ങളും ശൈത്യ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും അനുമോളെ പറ്റി കുറ്റം പറയുന്നതും ഒക്കെ നമുക്കിപ്പോൾ ലൈവിലും എപ്പിസോഡിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ശൈത്യയെക്കുറിച്ച് ഇതുപോലെ എല്ലാവരുടെ അടുത്ത് ചെന്ന് പറയുന്ന അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അവിടെയാണ് അനുമോളും ശൈത്യയും തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലാവുന്നത്. ആ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ ആരാണ് കൊടുക്കുന്നത്, ആരാണ് റിയൽ ഫ്രണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു കാര്യത്തിലാണ്. അവിടെ നൂറയും ആതിരയും ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ആരുടെ ഒപ്പം നിൽക്കണം, ശൈത്യയുടെ ഒപ്പം നിൽക്കണോ അനുമോളുടെ ഒപ്പം നിൽക്കണോ എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാവാത്ത ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ അവരൊരിക്കലും പുറകിൽ നിന്ന് ഇതുവരെ അനുമോളെ കുത്തിയിട്ടില്ല, ഇപ്പൊ ശൈത്യനാണെങ്കിലും കുത്തിയിട്ടില്ല. രണ്ടുപേരുടെ ഒപ്പം നിൽക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അവർക്ക് എവിടെയാണ് ശരി എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ആദിലയ്ക്കും നൂറയ്ക്കും സാധിക്കുന്നില്ല. അത് തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാനും ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ബിഗ് ബോസ് വീട്ടിലെ കൊടിയ വിഷം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിന്നിയാണെന്ന് പറയേണ്ടി വരും. ചിലപ്പോൾ ബിന്നി പുറത്ത് നല്ലൊരു ക്യാരക്ടറുള്ള വ്യക്തി ആയിരിക്കാം, പക്ഷെ ബിഗ് ബോസ് വീട്ടിലെ ബിന്നിയുടെ ഗെയിം എന്ന് പറയുന്നത് കുത്തിത്തിരിപ്പിന്റെ റാണിയായിട്ടാണ് നമുക്ക് കണക്കൂട്ടാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഓരോ സ്ഥലത്തും ചെന്ന് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി ഗെയിം കളിക്കുന്ന ബിന്നിയെ പ്രേക്ഷകർക്ക് അത്രയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാനും ഇഷ്ടപ്പെടാനും സാധിക്കില്ല. നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഗെയിമാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം, അല്ലാതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഗെയിം കളിക്കുന്ന വ്യക്തികളെ പ്രേക്ഷകർക്ക് അധികം ഇഷ്ടമല്ല. അതാണ് ഇപ്പോൾ ബിന്നി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന വൈൽഡ് കാർഡുകൾക്ക് സ്ക്രീൻ പ്രസൻസ് ഏറ്റവും കൂടുതലുള്ളത്, അതുപോലെ തന്നെ നുണ പറയാത്തത്, ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന ഗെയിമർ ആരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പല ടാസ്കുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെത്തിലും ബിന്നിനെ അവസാനമാണ് അവർ കൊണ്ടുവന്ന് നിർത്തിയത്. ബിന്നി ആകെ ഷോക്ക്ഡ് ആണ്. ഇതെന്താണ് സംഭവിച്ചത്, എന്താണ് എനിക്ക് പറ്റിയത്, ഞാനപ്പോൾ ഇവിടെ ഒന്നല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പൊ ബിന്നി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബിന്നി തന്നെ ഇപ്പൊ ആകെ ഷോക്കിംഗ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ബിന്നിയെ ഡോക്ടറെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബിന്നി ഈ കുത്തിത്തിരിപ്പ് നിർത്താതെ ബിന്നിക്ക് രക്ഷയില്ല എന്ന് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ബിന്നി ഗെയിമറൊക്കെ ആയിരിക്കാം, പുറത്ത് ചിലപ്പോൾ ബിന്നി ഇങ്ങനെയേ ആയിരിക്കില്ല. പക്ഷെ ബിന്നിയുടെ ഇവിടത്തെ ഗെയിം മാറ്റി പിടിച്ചാൽ മാത്രമേ ബിന്നിക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ, മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോ നമ്മുടെ റോബിന്റെ സീസണിൽ ധന്യമേരി വർഗീസ് ഉണ്ടായിരുന്നില്ലേ? ധന്യമേരി വർഗീസ് ഫൈനലിൽ വന്നിരുന്നു, ടോപ്പ് 6 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ അങ്ങനെ വന്നാൽ പോലും ആ ഒരു ഗെയിം എല്ലാവർക്കും ഇഷ്ടമായിരുന്നില്ല. ഒരു സേഫ്റ്റി ഗെയിമും ആ ഒരു കുത്തിത്തിരിപ്പ് ഗെയിമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആ ഗെയിം ആർക്കും അങ്ങ് അത്ര ഇഷ്ടമായിരുന്നില്ല. ആ ഒരു റോളിലേക്കാണ് ബിന്നി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ റെനാ ഫാത്തിമയ്ക്ക് പുറമേ നിന്ന് വന്ന ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞ സമയത്ത് റെനാ ഫാത്തിമ അവിടെ ഇനിയിപ്പോൾ ഞാൻ മാറണമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നെങ്കിൽ പോലും ഇപ്പൊ വീണ്ടും പഴയ പടിയായിരിക്കാണ് റെനാ ഫാത്തിമയ്ക്ക് നൂറയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നം വന്ന സമയത്ത് റെനാ ഫാത്തിമ ഒന്ന് അടങ്ങിയതായിരുന്നു. പക്ഷെ അവർ തമ്മിലൊരു കോംപ്രമൈസ് ആയതിനു ശേഷം നൂറയ്ക്ക് പോലും ഇപ്പോൾ റെനാ ഫാത്തിമയുടെ അടുത്ത് തല്ലിവിടാൻ പറ്റാത്ത അവസ്ഥയെ. ഇതാണ് കോംപ്രമൈസിന്റെ കുഴപ്പം. സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ച് അവിടെ കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയോ. ഇപ്പൊ നൂറയ്ക്കും റെനാ ഫാത്തിമയ്ക്കും അവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. നൂർ ഒന്ന് ഒതുങ്ങിപ്പോയി. അതുപോലെ തന്നെ റെനാ ഫാത്തിമ ഇങ്ങോട്ട് ഗെയിം കളിക്കുന്നില്ല. ഇപ്പൊ വീണ്ടും അനുമോളുടെ അടുത്തും ഇപ്പൊ മസ്താനിയുടെ അടുത്തും ഒക്കെയാണ് റെനാ ഫാത്തിമയുടെ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിലവിലെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആര്യനാണെങ്കിലും ജിസേലാണെന്നുണ്ടെങ്കിലും ആര്യൻ പിന്നെ ഒരു വട്ടൻ എന്നുള്ള ലെവലിൽ മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ. ആര്യൻ എന്നുള്ള വ്യക്തിയുടെ ഗെയിം പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ജിസേൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വ്യക്തിത്വമുണ്ട് എന്നുള്ള ഒരു തോന്നല് ജിസേലിനെ ഒട്ടും മലയാളികൾക്ക് പരിചയമില്ലെങ്കിൽ പോലും ജിസേലിനെ അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിലവിലെ സാഹചര്യത്തിൽ ജിസേലിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് വീട്ടിലെ മത്സരാർത്ഥികളുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക ഒരു ഇതെന്ന് പറയുന്നത്. അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി ഇവിടെ വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം എന്ത് കണ്ടന്റ് ഇറക്കും എന്നുള്ളതിൽ ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡുകളെ ബിഗ് ബോസ് കടത്തിവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വൈൽഡ് കാർഡുകളെ ചൊറിഞ്ഞുകൊണ്ട് ഇന്ന് അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നൂറ് വന്ന് അവിടെ അനീഷ് ഇരിക്കുന്ന ചെയറിൽ വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാളെ പോലെ അനീഷ് ഇന്ന് അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് അനീഷിനെ തന്നെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ ഒരു സീറ്റിൽ അവിടെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ മാറിയിരുന്നിട്ട് വേണം
അവിടെ ആ വർത്താനം പറയാനായിട്ട്. ഇവിടെ ഞാൻ ഇരിക്കില്ല, ഇത് എന്റെ സീറ്റാണെന്ന് പറഞ്ഞ അവസാനം ബിഗ് ബോസ് തന്നെ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയുണ്ടായി, അനീഷെ ഇവിടെ പ്രത്യേകിച്ച് ആർക്കും ഒരു സീറ്റ് ഇല്ലാന്ന്. അത് അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപമാനമാണ്. ഇനിയെങ്കിലും മെച്യൂരിറ്റിയോട് കൂടി ഗെയിം കളിക്കേണ്ട ആവശ്യം അനീഷിന് ഉണ്ട്. അനീഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ് അവിടുത്തെ. അപ്പൊ മെച്യൂരിറ്റി കാണിക്കാതിരുന്നാൽ അത് അനീഷിന് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. അപ്പൊ നിലവിലെ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളുടെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നിലവിൽ ഞാൻ കണക്ക് കൂട്ടുന്നത് ഇങ്ങനെയാണ്. കുത്തിത്തിരിപ്പും അതുപോലെ തന്നെ പുറകിൽ നിന്ന് കുത്തലും ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അനുമോൾക്കും ജിസേലിനും ആര്യനും വീക്കിന്റെ എപ്പിസോഡിൽ എന്ത് സംഭവിക്കും എന്നറിയാനാണ് ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഇവരിൽ ആരെങ്കിലും പുറത്താക്കുമോ, ഇവരിൽ ആർക്കാണ് അവിടെ ഡോസ് കേൾക്കുന്നത്, എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ നിലവിലെ സാഹചര്യത്തിൽ.